ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രയേൽ വലിയ ആക്രമണമാണ് നടത്തിയത്. ഇറാന്റെ ആണവായുധ നിർമ്മാണ പദ്ധതികൾ നിർണായകമായ പങ്കുവഹിക്കുന്ന അറാഖ് ഷാഹിദ് ഗൊണ്ടവോ ഹെവി വാട്ടർ കോംപ്ലക്സിന് നേരെ വ്യോമാക്രമണം നടത്തിയതായി ഇസ്രയേൽ അറിയിച്ചു. ആണവായുധങ്ങൾക്ക് ആവശ്യമായ പ്ലൂട്ടോണിയം ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാന കേന്ദ്രമാണ് അറാഖിലെ ഈ പ്ലാന്റ്. ലോകത്തിന് ഭീഷണിയായ ഇറാന്റെ ആണവ പദ്ധതിയെ തടയുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടിയെന്നും ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചിട്ടുണ്ട്. അതേസമയം ആക്രമണത്തിൽ ആണവ കേന്ദ്രങ്ങളിൽ നിലവിൽ ആണവ വികിരണ ഭീഷണിയോ ആളപായങ്ങളോ ഇല്ലെന്നാണ് ഇറാനിയൻ ആറ്റോമിക് എനർജി ഓർഗനൈസേഷന്റെ പ്രാഥമിക നിഗമനം. സംഘർഷം ലഘൂകരിക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രസ്താവിച്ചതിന് പിന്നാലെയാണ് ഇസ്രയേലിന്റെ ഈ ആക്രമണം ഉണ്ടായത്. ഊർജ്ജ കേന്ദ്രങ്ങളെ ആക്രമിക്കില്ലെന്ന ട്രംപിന്റെ ഉറപ്പ് ലംഘിച്ചാണ് ഇസ്രയേൽ ഇത്തവണ ആക്രമണം നടത്തിയത്. ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിക്കില്ലെന്ന ട്രംപിന്റെ പ്രഖ്യാപനം വെറും വാക്കാണെന്ന് ഇതോടെ തെളിഞ്ഞതായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി പറഞ്ഞു. 2 വൻകിട ഉരുക്കുശാലകൾ, ഒരു പവർ സ്റ്റേഷൻ, സിവിലിയൻ ആണവ കേന്ദ്രം, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയ്ക്ക് നേരെയാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയത്. ഇസ്രയേലിന്റെ ഈ നടപടിക്ക് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇസ്രായേൽ തീ കൊണ്ട് കളിച്ചെന്നാണ് IRGC എയ്റോസ്പേസ് കമാൻഡർ സെയ്ദ് മാജിദ് മുസവി പറയുന്നത്. ഞങ്ങളുടെ അടിസ്ഥാന സൗകര്യ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നു. ഇത് നിങ്ങൾ പരീക്ഷിച്ചതാണ്. ഇനി വിട്ടുവീഴ്ചയില്ല. കണ്ണിന് കണ്ണെന്ന തത്വം ഞങ്ങൾ പാലിക്കില്ല. കാത്തിരുന്ന് കാണുക എന്നാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയത്. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമാകുന്ന ഈ സാഹചര്യത്തിൽ UAE പ്രധാന ഊർജ്ജ അടിസ്ഥാന സൗകര്യ കേന്ദ്രങ്ങളുടെ പട്ടിക ഇറാൻ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടു. ഇറാന്റെ ഭൂപ്രദേശത്തേക്ക് അമേരിക്ക കരസേനയെ അയക്കുകയാണെങ്കിൽ ഈ കേന്ദ്രങ്ങൾ എല്ലാം ആക്രമിക്കപ്പെടുമെന്നാണ് മുന്നറിയിപ്പ്. ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഫാർസ് 5 പ്രധാന കേന്ദ്രങ്ങളെയാണ് രേഖപ്പെടുത്തുന്നത്. ദുബായിലെ ജബൽ അലി പവർ ആൻഡ് ഡീസലൈനേഷൻ കോംപ്ലക്സ്, അബുദാബിയിലെ ബറാക്ക ആണവ നിലയം, അൽ തബീല പവർ സ്റ്റേഷൻ, ദുബായ് M സ്റ്റേഷൻ, മുഹമ്മദ് ബിൻ റാഷിദ് സോളാർ പാർക്ക് എന്നിവയാണ് ഇറാന്റെ ഹിറ്റ് ലിസ്റ്റിലുള്ളത്. ഈ കേന്ദ്രങ്ങൾ ഇറാൻ ആക്രമിച്ചാൽ UAE വ്യാപകമായ വൈദ്യുതി തടസ്സവും ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് കുടിവെള്ളം എത്തിക്കുന്ന ഡീസലൈനേഷൻ പ്ലാന്റുകളുടെ തകർച്ചയ്ക്കും കാരണമാകും. ഡാറ്റാ സെന്ററുകൾ ഉൾപ്പെടെയുള്ള നിർണായക സേവനങ്ങളെയും ഇത് ബാധിക്കും. അമേരിക്ക കരസേനയെ ഇറാനിലേക്ക് ഇറക്കിയാൽ UAEക്കും ബഹ്റൈനും എതിരെ ഇന്നേ വരെ കാണാത്ത തരത്തിലുള്ള ആക്രമണം ഉണ്ടാകുമെന്നും റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നു. മിഡിൽ ഈസ്റ്റിലേക്ക് 10,000 അധിക സൈനികരെ കൂടി അയക്കാൻ അമേരിക്ക ആലോചിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇറാന്റെ ഈ ഭീഷണി വന്നിരിക്കുന്നത്. നിലവിൽ 50,000 അമേരിക്കൻ സൈനികർ ഈ മേഖലയിൽ തന്നെയുണ്ട്. ഇപ്പോൾ തന്നെ ഈ സംഘർഷം ആയിരക്കണക്കിന് ആളുകളുടെ ജീവനെടുക്കുകയും ആഗോള എണ്ണ വിപണിയെ സാരമായി ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. കരയുദ്ധം തുടങ്ങിയാൽ അത് ഇറാനെയും ഗൾഫ് രാജ്യങ്ങളെയും മാത്രമല്ല ഇന്ത്യ അടക്കമുള്ള എല്ലാ രാജ്യങ്ങളെയും വളരെ ഗുരുതരമായ രീതിയിൽ തന്നെ ബാധിക്കും. സംഘർഷങ്ങൾ ഇനി കുറഞ്ഞാലും ക്രൂഡ് ഓയിൽ വില ഉയർന്ന നിലയിൽ തുടർന്നേക്കുമെന്നാണ് വിദഗ്ധരുടെ റിപ്പോർട്ടുകൾ. ഇറാന്റെ ആക്രമണം ഗൾഫ് മേഖലയിലെ എണ്ണ കേന്ദ്രങ്ങളിൽ വലിയ നാശനഷ്ടങ്ങൾ വരുത്തിവെച്ചിട്ടുണ്ട്. ഇത് ഈ രാജ്യങ്ങളുടെ എണ്ണവാതക ഉൽപ്പാദനത്തെയും കയറ്റുമതിയെയും ബാധിക്കും. ഈ സമ്മർദ്ദം വിലയിലും പ്രതിഫലിക്കും. $119 വരെ ഉയർന്ന ബാരൽ വില 150 വരെ ഉയരാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല. എണ്ണവില ബാരലിന് $200 എത്തിക്കുമെന്നാണ് ഇറാന്റെ ഭീഷണി.